ഇവിടെ എടുക്കാൻ പോകുന്നത് സ്കൂൾ ഓർഗനൈസേഷൻ എന്ന സബ്ജക്റ്റിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ പാർട്ടിലുള്ള നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് എന്ന ചാപ്റ്ററാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. അപ്പം ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്നാണ് നമുക്ക് പൊതുവെ ഓൾറെഡി എല്ലാവർക്കും ഒരു അറിവുകളൊക്കെ ഉണ്ടാവും. എക്സ്പെഷ്യലി നമ്മളിത് പഠിക്കാൻ കാരണം നമ്മുടെ സ്കൂളുകളിൽ വളരെ വൈബ്രന്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും സ്കൂളുകളിൽ കൂടുതലായിട്ടും ഉണ്ടാവുക. അപ്പൊ സ്കൂളിൽ ഇങ്ങനെ ഓടി കളിച്ച് തിമിർത്ത് നടക്കുന്ന പ്രായത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കുറെ വീണിട്ടൊക്കെ ഉണ്ടാകണം. അങ്ങനെ വീഴ്ചയൊക്കെ നമുക്ക് വളരെ സംഭവിച്ച ഫ്രാക്ചർ വല്ലും ഒക്കെ ഒടിഞ്ഞിരിക്കുന്ന സമയം ഉണ്ടാകും. അപ്പം അതേപോലെയുള്ള കുട്ടികളുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ആ സമയത്ത് ഫസ്റ്റ് എയ്ഡ് നമുക്ക് കൂടുതലായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, അവർക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് പെട്ടെന്ന് എന്താണോ നിങ്ങൾക്ക് എയ്ഡ് കൊടുക്കാൻ പറ്റുന്നത്, അവർക്ക് ഫർദർ ആയിട്ട് ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ഫർദർ ആയിട്ട് ഒരു കുഴപ്പം ഉണ്ടാവാതെ അവർക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കൊടുക്കലാണ് നമ്മുടെ ഫസ്റ്റ് എയ്ഡിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ പറയാം, ഇറ്റ് ഈസ് ദ ഇനീഷ്യൽ ട്രീറ്റ്മെന്റ് ഗിവൻ ടു ദ വിക്ടിം. ആർക്കാണോ സംഭവങ്ങളൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ പരിക്ക് പറ്റിയത് അവർക്ക് ഒരു ഇനീഷ്യൽ ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കലാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യാം, ലൈഫ് ചിലപ്പോൾ നമുക്കിത് ലൈഫ് തന്നെ പ്രിസർവ് ചെയ്യാൻ ഉപയോഗിക്കാം, അല്ലെ വേറെ ഫർദറായിട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് എയ്ഡ് ഉപയോഗിക്കാം. പിന്നെ പെട്ടെന്ന് റിക്കവറി ആകാനും ഉള്ള ഒരു ചാൻസ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതിലൂടെ നമുക്ക് കൂടുതലായിട്ടും ഉണ്ടാകും. അപ്പൊ നമ്മളിന്ന് പറയാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഫസ്റ്റ് എയ്ഡുകളാണ്. അപ്പൊ ഒരു 14 പ്രിൻസിപ്പിൾ ഉണ്ട്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമ്പോൾ ക്വിക്കായിട്ട് കൊടുക്കണം. അതായത് പെട്ടെന്ന് തന്നെ കൊടുക്കണം ഫസ്റ്റ് എയ്ഡ്. അവിടെ പോയി നിന്നിട്ട് അയ്യോ എനിക്ക് പറ്റത്തില്ല അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കരുത്. മീൻസ് അല്ല ഭയങ്കര കാമല്ലാണ്ട് ഭയങ്കര ധൃതി പിടിച്ചൊന്നും കൊടുക്കരുത്. പക്ഷെ ക്വിക്കായിട്ട് എന്താണോ ആക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ആ ആക്ഷൻ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ ആ എയ്ഡ് നമ്മൾ കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് റിമൂവിങ് ദ പേഷ്യന്റ്. ഇപ്പൊ ഒരു പേഷ്യന്റ് നടു റോഡിൽ ഇങ്ങനെ വണ്ടി തിരിച്ച് കിടക്കാമെന്ന് വിചാരിക്കുന്ന റോഡിന്റെ നടുക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വേറെ ഫർദർ വേറെ വണ്ടി വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ചാൻസ് മുന്നിൽ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ പേഷ്യന്റിനെ പയ്യെ ഒന്നെടുത്ത് ഒരു സേഫ് ആയിട്ടുള്ള ഏരിയയിലേക്ക് മാറ്റിയിട്ട് വേണം ബാക്കി ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പോകാൻ, അല്ലെങ്കിൽ വണ്ടി വരുമ്പോൾ നമ്മളെ ഇടിച്ചു കൊണ്ടുപോകും. അപ്പം അതാണ് സെക്കൻഡ്, റിമൂവിങ് ദ പേഷ്യന്റ് എന്ന് പറയുന്നത്. ഇനി തേർഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഇൻ ബ്രീത്തിങ് ട്രബിൾസ്. ഇപ്പം നമ്മളൊന്ന് തട്ടി നോക്കി വിളിച്ച് എഴുന്നേറ്റിട്ടൊന്നുമില്ല, ശ്വസനത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആർട്ടിഫിഷ്യലായിട്ട് റെസ്പിറേഷൻ ബ്രീത്തിങ് കൊടുക്കണം, CPR കൊടുക്കണം എന്ന് പറയാം. അതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമ്മുടെ നാലാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് സിവിയർ ഹെമറേജ്, അതായത് ഇപ്പോൾ കൈയൊക്കെ മുറിഞ്ഞ് ബ്ലഡ് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്ന ടൈം അതിനാണ് ഹെമറേജ് എന്ന് പറയുന്നത്. ആ ഒരു ടൈം ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ചിന്തിക്കാം, കുറേ മുറിവുകൾ ഉണ്ടെന്ന് വിചാരിക്കുക, അതിനകത്ത് ഏറ്റവും കൂടുതൽ ഏത് മുറിവാണോ അല്ലെങ്കിൽ ഏറ്റവും സിവിയർ ആയിട്ടുള്ള ബ്ലീഡിംഗ് ഉള്ളത് ഏത് മുറിവാണോ ആ മുറിവിനെ വേണം ആദ്യം നോക്കാൻ. അല്ല ചെറിയ ചെറിയ മുറിവ് എൻ്റെ കയ്യിൽ ബാൻഡേജ് ഒന്നും അതുകൊണ്ട് പോയി ഒട്ടിക്കാന്ന് പറഞ്ഞ് പോവരുത്. അടുത്തതാണ് കംപ്ലീറ്റ് റെസ്റ്റ്. അതായത് ഇങ്ങനെ കിടക്കുന്ന പേഷ്യന്റിനെ അധികം പോയിട്ട് ശല്യപ്പെടുത്തരുത്. ഇപ്പം ബോധമുള്ള അവസ്ഥയിലാണെങ്കിൽ ശല്യപ്പെടുത്തരുത്. ഇച്ചിരി വായുവൊക്കെ കിട്ടാൻ പാകത്തിന് അവരെ എവിടെയെങ്കിലും ഒന്ന് കുറച്ച് സമയം സ്വസ്ഥമായിട്ട് മീൻസ് അവരെ എങ്ങനെ ഡിസ്റ്റർബ് ചെയ്യരുത്. അതായത് കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ അടുത്തെന്ന് പറയുന്നത് നോ ക്രൗഡിങ് നിയർ ദ പേഷ്യന്റ്. എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ ഓടിച്ചെന്ന് ചുറ്റും കൂടി നിൽക്കരുത്. അവർക്ക് ഇച്ചിരി വായു ഒക്കെ കിട്ടണം, ഓക്സിജൻ ഒക്കെ വേണം. അപ്പം ചുറ്റും കൂടി നിന്ന് അവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നുള്ളതാണ് ആറാമത്തെ പ്രിൻസിപ്പിൾ. ഇനി ഏഴാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കീപ് ദ ബോഡി വാം. എല്ലാ കേസിലും ഉണ്ടോ എന്ന് അറിയത്തില്ല, എന്നാലും പല കേസുകളിലും ബോഡി എന്ത് ചെയ്യണം, വാം ആയിട്ട് സൂക്ഷിക്കണം. ഇപ്പം നമ്മുടെ കയ്യിൽ കോട്ടൺ തുണികളോ അല്ലെങ്കിൽ നമ്മുടെ ജാക്കറ്റ്സോ ഒക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ എടുത്ത് വെച്ച് ഒന്ന് വാം ആയിട്ട് ഇതാക്കണം. എന്നിട്ട് എന്നും പറഞ്ഞ് ബേൺ ചെയ്ത് ഇതിനകത്തേക്ക് കൊണ്ട് ഇതാക്കരുത് അല്ലാത്ത കേസുകൾ. പിന്നെ ഇൻ കേസ് ഓഫ് പോയിസൺ, പമ്പൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ ഇരിക്കും. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പോയിസൺ അടിച്ചാൽ നമുക്ക് പോയിസൺ അടിച്ചിരിക്കുവാണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ അവർക്ക് ഇങ്ങനെ വൊമിറ്റ് ചെയ്ത് കളയിപ്പിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അപ്പൊ ഇങ്ങനെ വൊമിറ്റ് ചെയ്യാൻ തട്ടുവോ തലയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വൊമിറ്റ് ചെയ്യിപ്പിക്കുക. പിന്നെ ഉള്ളത് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ആന്റിഡോട്ട്സ് ഉണ്ടാവില്ലേ, അത് കൊടുക്കണം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഗിവിങ് ക്വിക്കിലിയാണ്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പെട്ടെന്ന് ചെന്ന് ചെയ്യണം. ആദ്യം പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് പറയുന്നത്. ഗിവിങ് ക്വിക്കിലി നമുക്ക് കൊടുക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കൊടുക്കണം. ഇഞ്ചേർഡ് സ്കിൻ ഷുഡ് ബി കവേർഡ് വിത്ത് ക്ലീൻ ഡ്രസ്സാണ് അതിനകത്ത് പറയുന്ന ഒന്ന്. അതായത് മുറിവുണ്ട് എന്നു പറഞ്ഞ് അവിടെ താഴെ കിടന്ന് തുണി എടുത്ത്
കെട്ടാണ്ട് കയ്യിലുള്ള നല്ല ഏതെങ്കിലും തുണി അല്ലെങ്കിൽ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എടുത്ത് കെട്ടി സെറ്റാക്കി വെക്കണം. പിന്നെ ഇൻ കേസ് ഓഫ് ഫ്രാക്ചർ ആണ്, ഫ്രാക്ചർ പറ്റി നമ്മുടെ കാലൊക്കെ ഒടിഞ്ഞ് ഇരിക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യണം, അധികമായിട്ട് അതിൽ പോയി അനക്കി എടുത്തുകൊണ്ട് വരാൻ നിൽക്കരുത്. അത് എവിടെയാണോ ഉള്ളത് ആ പ്ലേസിൽ ഒന്ന് പ്രോപ്പറായിട്ട് തന്നെ വെച്ചേക്കുക. അങ്ങനെ ഫ്രാക്ചർ വന്നതാണെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുത്ത് അങ്ങനെ വെക്കുക, അധികം ഇളക്കാനൊന്നും പോകരുത്. പിന്നെ നോ അൺനെസസറി റിമൂവിങ് ഓഫ് ക്ലോത്ത്സ്. ഇപ്പം നമ്മളിപ്പം ഇങ്ങനെ കിടക്കുന്ന ആളാണെങ്കിൽ ഒരു ആവശ്യകത ഇല്ലാതെ ഡ്രസ്സ് ടൈറ്റ് ആക്കാനോ ലൂസ് ആക്കാനോ ഒന്നും ശ്രമിക്കാൻ പാടുള്ളതല്ല. അത് കഴിഞ്ഞിട്ടുള്ളതാണ് റീഅഷ്വറൻസ്. പിന്നെ ഈ ചെന്നിട്ട് നേരെ പോയി അയ്യോ നിന്നെ പാമ്പ് കടിച്ചു എന്ന് പറയാണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞാൽ അവരെ കൂടെ കാമാക്കണം, അല്ലെങ്കിൽ അവരെ ചിയർഫുൾ ആക്കാനേ പാടുള്ളൂ. അല്ലാതെ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു കത്തി കുത്തി അല്ലെങ്കിൽ കുറെ ബ്ലഡ് പോയി അങ്ങനെ പറഞ്ഞാൽ അവരെ കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, വേദനിപ്പിക്കാനോ ടെൻഷൻ അടിപ്പിക്കാനോ പാടില്ല. അതാണ് റീഅഷ്വറൻസ് എന്ന് പറയുന്ന പോയിന്റ്. അത് കഴിഞ്ഞ് 13ാമത്തെ പോയിന്റ് ആണ് ഫസ്റ്റ് എയ്ഡർ ആണ് എന്ന് ഫസ്റ്റ് എയ്ഡറിന് ഉറപ്പായിട്ട് ഒരു ബോധ്യം ഉണ്ടാകും. അല്ലാതെ ഡോക്ടറിനെ പോലെ ഇതെടുത്ത് ഞാൻ പണ്ട് സർജറി ചെയ്ത തളരെ കുറിച്ചതാണ് എന്നൊന്നും പറഞ്ഞ് നേരെ കയറി അവിടെ പോയി ഡോക്ടറെ കാണിക്കുന്നതിനെ കൊണ്ട് ബാക്കിയുള്ളതൊന്നും കാണിക്കാൻ നിൽക്കരുത്. അപ്പോൾ ഫസ്റ്റ് എയ്ഡറിന് എപ്പോഴും ഫസ്റ്റ് എയ്ഡർ ആണെന്നൊരു ഓർമ്മ വേണം. പിന്നെ ഉള്ളത് ഹൈജീൻ പ്രിൻസിപ്പിൾ ആണ്. ബേസിക് ആയിട്ടുള്ള ഹൈജീൻ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് അറിയണം, അല്ലെങ്കിൽ ഒരു ബോഡീൻ്റെ അനാറ്റമി അല്ലെങ്കിൽ ഒരു രൂപരേഖ അതിനെക്കുറിച്ച് ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്.